എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അവിയൽ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് 2 ക്യാരറ്റ്, അത് 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചക്ക, 1 മുരിങ്ങയ്ക്ക, 1/4 കിലോ വെള്ളരിക്ക, 100 ഗ്രാം പടവലങ്ങ, ഒരു 5 പച്ചമുളക്, കൂടാതെ 1/2 മുറി തേങ്ങ ചിരണ്ടിയത്, 2 തണ്ട് കരിവേപ്പില, 1 ടീസ്പൂൺ നല്ല ജീരകം, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി. ഇതെല്ലാം ചേർത്ത് അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ചുറ്റിച്ച ശേഷം അതിലേക്ക് നീളത്തിലരിഞ്ഞ ക്യാരറ്റ് 2 എണ്ണം, 2 കായ, പച്ചമുളക് 2 എണ്ണം നീളത്തിൽ കീറിയത്, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, പടവളങ്ങ, സബോള 1 എണ്ണം മീഡിയം സൈസ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി. 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇവിടെ ഞാൻ 1.5 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ മാറ്റി വെച്ചിരുന്ന 1 സ്പൂൺ ജീരകം, വെളുത്തുള്ളി മുഴുത്ത അല്ലി 5 എണ്ണം, പച്ചമുളക് 3 എണ്ണം, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നതായ തേങ്ങയുടെ മുകളിലേക്കിട്ട് അത് നമ്മൾ വാളംപുളി വെള്ളവും ചേർത്ത് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യും. ഇത് അടുപ്പയിരിക്കുന്നതായ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ കൈകൊണ്ട് വാരി ഇട്ട് കൊടുക്കും. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 തണ്ട് കരിവേപ്പില കൂടെ ചേർക്കുകയാണ്. കാരണം ഈ സമയത്ത് കരിവേപ്പില ചേർത്താൽ കറിക്ക് നല്ലൊരു മണമുണ്ടാകും. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റാം. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി 2 മിനിറ്റ് നേരം ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇവിടെ നമുക്ക് നന്നായിട്ട് ആവിയെല്ലാം മാറി വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പി ഉപയോഗിക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. ഇത് നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.